2000 വർഷങ്ങൾക്കപ്പുറം ഭാരതീയ കലകളുടെ ഈറ്റില്ലമായ നാട്യശാസ്ത്രത്തിന്റെ താളുകളിൽ നിന്ന് ഇന്നും മാറ്റമില്ലാതെ ഒഴുകുന്ന ഒരു വിസ്മയമുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴയ ജീവിക്കുന്ന നാടകരൂപം, യുനെസ്കോ മനുഷ്യരാശിയുടെ അമൂല്യ പൈതൃകമായി ആദ്യം അംഗീകരിച്ച ഭാരതീയ കല, ഇന്ന് ചരിത്ര താളുകളിൽ നമ്മൾ തിരയുന്നത് മറക്കപ്പെട്ട പാരമ്പര്യങ്ങളിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമാണ് കൂടിയാട്ടം. കൂടിയാട്ടം എന്നാൽ ഒന്നിച്ചുള്ള അഭിനയം എന്നാണ് അർത്ഥം. സംസ്കൃത നാടകങ്ങൾ കേരളീയമായ ശൈലിയിൽ അവതരിപ്പിക്കപ്പെടുന്ന രീതിയാണിത്. ഇതിന്റെ വേരുകൾ തേടിപ്പോയാൽ നമ്മൾ എത്തുന്നത് സംഘകാലത്താണ്. കുലശേഖര ആൾവാർ എന്ന രാജാവാണ് ഇന്നത്തെ രീതിയിലുള്ള കൂടിയാട്ടത്തിന് അടിത്തറയിട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 2000 വർഷമായി ഇതിന്റെ അവതരണ രീതിക്കോ ചടങ്ങുകൾക്കോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നത് ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. കൂടിയാട്ടം അരങ്ങേറുന്നത് കൂത്തമ്പലങ്ങളിലാണ്. ക്ഷേത്ര മതിൽക്കകത്ത് ഇതിനായി പ്രത്യേകം നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ കേവലം ഒരു തിയേറ്റർ അല്ല, ശബ്ദവിന്യാസത്തിന്റെ ഉത്തമ ഉദാഹരണമാണിവ. ഒരു മൈക്രോഫോണും ഇല്ലാതെ നടന്റെ ഓരോ ചെറിയ ശബ്ദവും മിഴാവിന്റെ നാദവും കാണികളുടെ കാതിലെത്തും വിധമാണ് ഇതിന്റെ നിർമ്മാണം. വടക്കുംനാഥ ക്ഷേത്രത്തിലെയും കിള്ളിക്കുറിശി മംഗലത്തെയും കൂത്തമ്പലങ്ങൾ ഇന്നും ആ വാസ്തുവിദ്യാ വൈഭവം വിളിച്ചോതുന്നു. കൂടിയാട്ടത്തെ മറ്റു കലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ മേക്കപ്പ് മാത്രമല്ല, മറിച്ച് അഭിനയത്തിന്റെ സങ്കീർണതയാണ്. ഒരു ശ്ലോകത്തിന്റെ അർത്ഥം വിശദീകരിക്കാൻ ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്തേക്കാം. ഇവിടെയാണ് നേത്രാഭിനയത്തിന്റെ പ്രസക്തി. കണ്ണുകൊണ്ട് മാത്രം വികാരങ്ങൾ സംവേദനം ചെയ്യുന്ന ഈ രീതി ലോകത്ത് മറ്റൊരിടത്തും ഇത്ര സൂക്ഷ്മമായി കാണാൻ കഴിയില്ല. പകർനാട്ടം എന്ന പ്രക്രിയയിലൂടെ ഒരു നാടൻ തന്നെ പല കഥാപാത്രങ്ങളായി മാറി കാണികളെ വിസ്മയിപ്പിക്കുന്നു. സ്വർഗവും ഭൂമിയും പാതാളവും ആ ചെറിയ മൺവിളക്കിന്റെ വെളിച്ചത്തിൽ ആ നടൻ പുനർനിർമ്മിക്കുന്നു. കൂടിയാട്ടത്തിന്റെ ഹൃദയമിടിപ്പാണ് മിഴാവ്. ചെമ്പുകൊണ്ട് നിർമ്മിച്ച വലിയ കുടത്തിന്റെ വായഭാഗത്ത് തോൽ കെട്ടിയ ഈ വാദ്യം ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം. മിഴാവ് വായിക്കുന്ന നമ്പ്യാർക്കും താലമിടുന്ന നങ്ങ്യാർക്കും കൂടിയാട്ടത്തിൽ വലിയ സ്ഥാനമുണ്ട്. മിഴാവിന്റെ മുഴക്കം കൂത്തമ്പലത്തിനുള്ളിൽ ഒരു പ്രത്യേക ഊർജം സൃഷ്ടിക്കുന്നു. ചാക്യാർ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിലൂടെ കൂടിയാട്ടം ലോകമെമ്പാടും പടർന്നിരിക്കുന്നു. മാണി മാധവ ചാക്യാർ, അമ്മന്നൂർ മാധവ ചാക്യാർ തുടങ്ങിയ മഹാരഥന്മാർ ഈ കലയെ മരണവക്രത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തവരാണ്. ഇന്നും മാസങ്ങളോളം നീളുന്ന കഠിനമായ വ്രതവും പരിശീലനവും കഴിഞ്ഞാണ് ഒരു കലാകാരൻ അരങ്ങിലെത്തുന്നത്. വേഗതയേറിയ ഈ കാലഘട്ടത്തിൽ മണിക്കൂറുകളോളം നീളുന്ന ഒരു കൂടിയാട്ടം കാണാൻ നമുക്ക് ക്ഷമയുണ്ടോ? നമ്മുടെ പൈതൃകത്തിന്റെ ഈ വേരുകൾ അറ്റുപോകാതെ സൂക്ഷിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. അടുത്ത തവണ ഒരു കൂത്തമ്പലത്തിന് മുന്നിലൂടെ പോകുമ്പോൾ അവിടെ മുഴങ്ങുന്ന മിഴാവിൻ നാദം കേൾക്കാൻ ഒന്ന് ശ്രമിക്കൂ. ചരിത്ര താളുകളിലെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാരമ്പര്യത്തിന്റെ മറ്റൊരു വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം.